ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് എന്ന വാക്ക് കേൾക്കുമ്പം നിങ്ങൾ ചിന്തിക്കുന്നത് 5 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി ഗ്രോത്ത് ആയിരിക്കും അല്ലേ? എന്നാൽ ആളുകൾക്ക് അവർ പണം നഷ്ടമാവുന്ന ഒരു സ്പേസും കൂടിയാണിത്. കാരണം എന്താണ്? ആളുകൾ ബിസിനസ് മനസ്സിലാക്കാതെ സ്റ്റോക്സ് വാങ്ങും. ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടിട്ട് എടുത്തു ചാടും. അത് കഴിഞ്ഞ് ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വാർട്ടർ മോശമായിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങ് ടെൻഷനായി ആ ടെൻഷനിൽ അങ്ങ് അവർ വിൽക്കും. അപ്പൊ ഈ ഒരു സൈക്കിൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ശരിക്കും പണം ഉണ്ടാക്കുന്ന ആളുകൾ ആക്ച്വലി വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള കമ്പനികളും അതുപോലെ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയ കമ്പനികൾ തമ്മിലുള്ള ഒരു ബാലൻസ് നോക്കിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു ബാലൻസ് കണ്ടെത്തുന്നതാണ് ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യവും. അതുപോലെ ഇന്ന് എക്സാക്ട്ലി നമ്മൾ ഇതാണ് നോക്കാൻ പോകുന്നത്. ലോ ഡെറ്റ്, ഹയർ പ്രൊമോട്ടർ ഹോൾഡിംഗ്, സ്ട്രോങ് ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത്, അതുപോലെ ക്രെഡിബിൾ ഫ്യൂച്ചർ ഗൈഡൻസ്, ഈ 4 ഫിൽറ്റേഴ്സും പാസ്സായ 5 സ്മോൾ ക്യാപ് കമ്പനീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് രാഘവ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസേഴ്സ് ആണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം 10% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.02x ആണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ കമ്പനിയുടെ റിട്ടേൺ റേഷ്യോ അത്യാവശ്യം സ്ട്രോങ് ആണ്. ROE 25%, അതുപോലെ ROCE 31%. ഇപ്പൊ മാർച്ച് 2026 പ്രകാരം പ്രൊമോട്ടർ ഹോൾഡിംഗ് 62.9% ആണ്. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ FIs അതുപോലെ പബ്ലിക് ഇൻവെസ്റ്റർ ഹോൾഡിംഗ് ട്രെൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവരുടെ ബിസിനസ് മോഡൽ നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഒരു തെർമസ് ഫ്ലാസ്ക് നിങ്ങൾ വിചാരിക്കുക. ഉള്ളിൽ ചൂട് നഷ്ടാവാതിരിക്കാനായിട്ട് ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ ലൈനിങ് ഉണ്ടാവും. സോ പുറത്തെ ബോഡി അത്ര ചൂടാവില്ല. അപ്പൊ ഇതുപോലെ തന്നെ വലിയ സ്റ്റീൽ പ്ലാന്റിൽ അയൺ മെൽറ്റ് ചെയ്യുന്ന ഫേർണേഴ്സിൽ വളരെ വലിയ ചൂട് താങ്ങാനും ഫർണേഴ്സിനെ സംരക്ഷിക്കാനായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലൈനിങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ലൈനിങ് ഉണ്ടാക്കാനായിട്ട് സിലിക്ക റെമിംഗ് മാസ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു സിലിക്ക റെമിംഗ് മാസ് നിർമ്മിക്കുന്ന കമ്പനിയാണ് രാഘവ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസേഴ്സ്. ഇവരുടെ പ്രൊഡക്റ്റ് വളരെ എഫിഷ്യന്റ് ആണ്. അപ്പൊ ഇത് സ്റ്റീൽ പ്ലാന്റുകൾക്ക് 2 ബെനിഫിറ്റ് നൽകുന്നുണ്ട്. ഇലക്ട്രിസിറ്റി കോസ്റ്റ് സേവ് ചെയ്യാനും അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും. ഇപ്പൊ സിലിക്ക റെമിംഗ് മാസിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചർ ആണ് കമ്പനി. നിലവിൽ മാർക്കറ്റ് ഷെയർ 14%, അത് 30%ലേക്ക് കൂട്ടാനായിട്ട് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എക്സ്പോർട്ട് കമ്പനിയുടെ റവന്യൂലേക്ക് ഏകദേശം ഇവിടെ 46% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 23% സെയിൽസ് CAGR-ഉം അതുപോലെ 30% പ്രോഫിറ്റ് CAGR-ഉം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ കമ്പനിയുടെ ഔട്ട്ലുക്കിനെ പറ്റി മാനേജ്മെന്റ് ഇവിടെ കോൺഫിഡന്റ് ആണ്. അപ്പൊ പുതിയൊരു PLC ലൈൻ ആഡ് ചെയ്തുകൊണ്ട് കമ്പനി അവരുടെ കപ്പാസിറ്റി 2,80,000 MTPA നിന്ന് 4,14,000 MTPA ആയിട്ട് കൂട്ടി. അപ്പൊ അതും മിനിമം ക്യാപെക്സോടെ. ഇനി നമുക്ക് കമ്പനി സ്പെസിഫിക് റിസ്ക് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കമ്പനി റോ മെറ്റീരിയൽ സോഴ്സിംഗ് റിസ്ക് ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. റെമിംഗ് മാസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഹൈ പ്യൂരിറ്റി കോഡ്സ് അത്യാവശ്യമാണ്. ഇപ്പം കോഡ്സ് ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫൈനൽ പ്രൊഡക്റ്റിനെയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെയും അതുപോലെ തന്നെ ബ്രാൻഡ് റെപ്യൂട്ടേഷനും ഇവിടെ ബാധിക്കാം. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രാഘവ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസേഴ്സ് ഒരു നീഷ് ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ബിസിനസ് ആണ്. അപ്പൊ ഇതിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ കൂടുതലാണ്. പിന്നെ അവർക്ക് ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ബാലൻസ് ഷീറ്റും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കൺക്ലൂഷൻ സിമ്പിൾ ആണ്. ബിസിനസ് ക്വാളിറ്റി ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ 255 ഡേയ്സിലുള്ള ഹൈ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ നമ്മൾ ഫ്യൂച്ചറിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അതേസമയത്ത് കമ്പനി 79x P-ന്റെ അടുത്താണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അതേസമയത്ത് ഗ്രോത്ത് റേറ്റ് ഏകദേശം 30%. അപ്പോൾ സ്റ്റീൽ പോലത്തെ സൈക്ലിക്കൽ ഇൻഡസ്ട്രിയെ സെർവ് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് ഇൻഡസ്ട്രി സ്ലോ ഡൗൺ വരുന്ന ടൈമിൽ ഇത്രയും വലിയൊരു ഹൈ P വാല്യൂഷൻ ക്വസ്റ്റ്യനബിൾ ആവും ഇവിടെ. ഇനി അടുത്ത കമ്പനി വരുന്ന സ്കിപ്പർ ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് അവർ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 16% താഴെയാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ കമ്പനി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.64x ആണ്. എന്നാൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മിക്കപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് പറയാം. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ROE വരുന്നത് 16%, അതേസമയത്ത് ROCE 23%. അപ്പൊ മാർച്ച് 2026 പ്രകാരം പ്രൊമോട്ടർ ഹോൾഡിംഗ് 66.5%. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ FI അതുപോലെ DI ഹോൾഡിംഗ് ട്രെൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ബിസിനസ് മോഡൽ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇലക്ട്രിസിറ്റി വലിയ പവർ പ്ലാന്റിൽ നിന്ന് നിങ്ങളുടെ സിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ വഴി കാണുന്ന ആ വലിയ സ്റ്റീൽ ട്രാൻസ്മിഷൻ ടവേഴ്സും പോൾസും സ്കിപ്പറാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ മാനുഫാക്ചർ ചെയ്യുന്നത് മാത്രമല്ല, ഈ ഒരു പ്രൊജക്ടിന് EPC വർക്ക് ചെയ്യുന്നതും കമ്പനി തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എല്ലാം സ്കിപ്പർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. സ്കിപ്പർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രക്ചർ മാനുഫാക്ചർ ആണ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിലെ ടോപ്പ് 5 കമ്പനീസിൽ ഒരെണ്ണം കൂടിയാണ് സ്കിപ്പർ. 2026 ഫൈനാൻഷ്യൽ അവസാനത്തോടെ കമ്പനിയുടെ ഓർഡർ ബുക്ക് ഏകദേശം 8,500 കോടിയുടെ ഓൾ ടൈം ഹൈ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ 1.5 ഇരട്ടിയാണ്. കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 41% സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്. അതേസമയത്ത് പ്രോഫിറ്റ് CAGR 84%. ഇനി നമുക്ക് മാനേജ്മെന്റ് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നോക്കാം. 2027 ഫൈനാൻഷ്യൽ വേണ്ടി മാനേജ്മെന്റ് കൺസർവേറ്റീവായി 15% ടോപ്പ് ലൈൻ ഗ്രോത്തും അറൌണ്ട് 30% ബോട്ടം ലൈൻ ഗ്രോത്തും ഇവിടെ ഗൈഡ് ചെയ്തിട്ടുണ്ട്.
2028 ഫൈനാൻഷ്യൽ മുതൽ കമ്പനി 20 മുതൽ 25% റവന്യൂ ഗ്രോത്ത് റൺ റേറ്റിലേക്ക് തിരിച്ചു വരാനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ 75,000 ടൺ എക്സ്പാൻഷൻ പ്രോജക്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജൂൺ 2026 കമ്പനിയുടെ ടോട്ടൽ കപ്പാസിറ്റി 4.5 ലക്ഷം ടൺസ് പെർ ആനം ആകുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. മുന്നോട്ടേക്ക് പോയ 2027 ഫൈനാൻഷ്യലും 2028 ഫൈനാൻഷ്യലും കമ്പനി ഓരോ വർഷവും 75,000 ടൺസ് പെർ ആനം വീതം കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നടന്നാൽ കമ്പനിയുടെ ടോട്ടൽ കപ്പാസിറ്റി 6 ലക്ഷം ടൺസ് പെർ ആനം വരെ എത്തിയേക്കാം. എന്നാൽ കമ്പനിക്ക് ചില റിസ്ക് അവരിവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. Q4 FY26 വെസ്റ്റ് ഏഷ്യ അതുപോലെ ഗ്ലോബൽ ഷിപ്പിംഗ് ഡിലേസ് കാരണം എക്സ്പോർട്ട് ഇയർ ഓവർ ഇയർ ഏകദേശം 70% ഇവിടെ ഇടിഞ്ഞു. ഇപ്പം ഈ ഒരു കണ്ടീഷൻ നിലനിന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ എക്സ്പോർട്ടിലെ ഗ്രോത്തിന് അത് ബാധിക്കാം. അപ്പൊ ഇവരുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1x താഴെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെറ്റ് ലെവൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇവിടെ തോന്നുന്നത്. എന്നാൽ ഷോർട്ട് ടേം ബോറോയിങ്സ് കൂടുന്നു, അതിൽ ഡെറ്റേഴ്സ് ഡേ കൂടുന്നു, നമ്മളിവിടെ ക്ലോസ് ആയിട്ട് തന്നെ ഇവിടെ മോണിറ്റർ ചെയ്യണം. ഇവിടെ ഇൻവെന്ററി ഡേയ്സ് കുറഞ്ഞതുകൊണ്ടും അതുപോലെ പേയബിൾ ഡേയ്സ് കൂടിയതുകൊണ്ടും ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഇംപ്രൂവ് ആയിട്ടുണ്ട്. എന്നാൽ റിസീവബിൾസ് കൂടുന്ന മെയിൻ വർക്കിംഗ് ക്യാപിറ്റൽ റിസ്ക് ആയിട്ട് തന്നെ ഇവിടെ തുടരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ബോട്ടം ലൈൻ പറഞ്ഞാൽ സ്കിപ്പർ ഒരു പവർ ട്രാൻസ്മിഷൻ ക്യാപെക്സ് പ്ലേ ആണ്. അപ്പൊ കമ്പനിക്ക് സ്ട്രോങ് ഗ്രോത്ത് വിസിബിലിറ്റി ഉണ്ട്, കൂടാതെ പ്രൊമോട്ടർ ഹോൾഡിംഗും വളരെ കൂടുതലാണ്. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ഡെറ്റ് ഡിസിപ്ലിനും തുടർച്ചയായിട്ട് തന്നെ ഇവിടെ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ടും കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി നമ്മുടെ തേർഡ് കമ്പനി വരുന്ന ആർടെമിസ് മെഡിക്കെയർ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് നിലവിൽ ഒരു ഓൾ ടൈം ഹൈലിന് ഏകദേശം 20% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ് മനസ്സിലാക്കുന്നതിന് മുന്നേ മെയിൻ മെട്രിക്സ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.28x ആണ്, അതായത് ഡെറ്റ് കംഫർട്ടബിൾ റേഞ്ചിലാണ്. ROE 12%, എന്നാൽ ROCE 14.6%. എന്നാൽ ഇവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിലുള്ള ഇൻട്രസ്റ്റിംഗ് മാറ്റമുണ്ട്. 2026 ഫൈനാൻഷ്യൽ ഡിസംബർ ക്വാർട്ടറിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 66% 58% ഇവിടെ ഇടിഞ്ഞു. അതുപോലെ DASും അവർ സ്റ്റേക്ക് ഇവിടെ കുറച്ചു. എന്നാൽ FI ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 0.37% 12.47% ഇംപ്രൂവ് ആയി. അപ്പോൾ ക്വാർട്ടർലി ബേസിസിൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ട്രെൻഡ് ഇവിടെ ട്രാക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ്സിലേക്ക് വരാം. ആർടെമിസ് മെഡിക്കെയർ എന്ന് ഗുർഗാവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ടേർഷ്യറി കെയർ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ആണ്. 2026 ഫൈനാൻഷ്യൽ വരെ കമ്പനിക്ക് ഏകദേശം 700 ബെഡ്സ് ഉണ്ട്. ഈ ഒരു കമ്പനിനെ അപ്പോളോ ടയേഴ്സ് ഗ്രൂപ്പ് ആണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ നമ്പേഴ്സ് നോക്കാം. കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 14% സെയിൽസ് CAGR ഇവിടെ നൽകിയിട്ടുണ്ട്. അതേസമയത്ത് പ്രോഫിറ്റ് CAGR 41% ആയിരുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഗ്രോത്ത് സെയിൽസ് ഗ്രോത്തിനേക്കാളും കൂടുതലായിട്ട് വന്നേക്കുന്നത്? ഇവിടുത്തെ റീസൺ സിമ്പിൾ ആണ്. മാർജിൻ 13% 17% ഇവിടെ ഇംപ്രൂവ് ആയി. എന്നാൽ ഇവിടെ പ്രോഫിറ്റ് ഗ്രോത്തിന്റെ മെയിൻ പോർഷൻ വന്ന് അതർ ഇൻകത്തിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ബാലൻസിന്റെ മുകളിൽ ഏൺ ചെയ്ത ഇൻട്രസ്റ്റിൽ നിന്ന്. 2025 ഫൈനാൻഷ്യലിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റിന് 40% അതർ ഇൻകത്തിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. ഓപ്പറേഷൻ സൈഡിൽ കമ്പനിയുടെ ആവറേജ് റവന്യൂ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ബെഡ് 2026 ഫൈനാൻഷ്യലിൽ കൺസിസ്റ്റന്റ്ലി കൂടി, ഏകദേശം 79,000 നിന്ന് 84,000. അതേസമയത്ത് കമ്പനിയുടെ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് 60% മേലെ ഇവിടെ നിന്നു. ഇപ്പോൾ കോമ്പറ്റേറ്റേഴ്സിന് നോക്കുമ്പോൾ യഥാർത്ഥ ഹോസ്പിറ്റൽസിന് ആർടെമിസിനേക്കാളും ഹയർ ഒക്യുപ്പൻസി റേറ്റ് ഉണ്ട്. അതേസമയത്ത് ജൂപ്പിറ്റർ ലൈൻ ഹോസ്പിറ്റൽ ആർടെമിസിന്റെ അതേ ഒക്യുപ്പൻസി ലെവലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പൊ മാനേജ്മെന്റ് 2029 ആകുമ്പോഴേക്കും അവരുടെ ബെഡ് കപ്പാസിറ്റി 800 നിന്ന് 2000 ആയിട്ട് കൂട്ടാനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ രായ്പൂരിൽ 300 ബെഡ് ഹോസ്പിറ്റൽ Q1 FY27 പ്രവർത്തനത്തിൽ തുടങ്ങുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ 2029 ഫൈനാൻഷ്യലൂടെ സൗത്ത് ഡൽഹിയിൽ 650 ബെഡുള്ള ഒരു പുതിയ ഹോസ്പിറ്റൽ പ്രവർത്തന സജ്ജമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലാൻ ഇടുന്നുണ്ട്. ഇപ്പൊ 2027 ഫൈനാൻഷ്യൽ ക്യാപെക്സ് ഏകദേശം 100 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഭാവിയിൽ ബ്രൗൺ ഫീൽഡ് ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ ഓപ്പർച്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 700 കോടി വരെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ബോർഡ് ഇവിടെ അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നല്ല. അപ്പൊ കമ്പനിയുടെ റവന്യൂന്റെ 90%-ലധികം ഗുരുഗ്രാം ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഡൽഹി NCR ഹെൽത്ത് കെയർ മാർക്കറ്റ് ഓൾറെഡി കോമ്പറ്റീറ്റീവ് ആണ്. ഇപ്പൊ മാക്സ് ഹെൽത്ത് കെയർ, ഫോർട്ടീസ്, അതിൽ മെദന്ത പോലത്തെ സ്ട്രോങ് പ്ലെയേഴ്സോടെ. ഇപ്പൊ രായ്പൂർ ഹോസ്പിറ്റൽ ഭാവിയിൽ ഗ്രോത്ത് ട്രിഗർ ആവാം. എന്നാൽ മാനേജ്മെന്റ് തുടക്കത്തിൽ ഒരു 15 മുതൽ 18 മാസം വരെ ഏകദേശം 18 മുതൽ 20 കോടി വരെ നഷ്ടം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ആർടെമിസ് മെഡിക്കെയർ ഒരു എക്സ്പാൻഷൻ ലെഡ് ഹെൽത്ത് കെയർ സ്റ്റോറിയാണ്. പക്ഷെ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മെയിൻ ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് പുതിയ ഹോസ്പിറ്റലിന്റെ റാമ്പ് അപ്പ്, മാർജിന്റെ സസ്റ്റൈനബിലിറ്റി, അതർ ഇൻകത്തിലെ ഡിപ്പെൻഡൻസും ആണ്. അപ്പൊ ഇതെന്നും NCR റീജിയനിലെ കോൺസെൻട്രേഷൻ റിസ്ക് ആണ്. ഇനി നമ്മുടെ ഫോർത്ത് കമ്പനി വരുന്നത് ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് നിലവിൽ ഒരു ഓൾ ടൈം ഹൈലിന് ഏകദേശം 44% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ കമ്പനി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.3x ആണ്. അപ്പൊ ഇത് കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതേസമയത്ത് റിട്ടേൺ റേഷ്യോ സ്ട്രോങ് ആണ്. ROE 20%, ROC 29%. ഇപ്പൊ മാർച്ച് 2026 പ്രകാരം പ്രൊമോട്ടർ ഹോൾഡിംഗ് 71% ആണ്. അപ്പൊ നിങ്ങൾക്ക് FI മുതൽ DA ഹോൾഡിംഗ് ട്രെൻഡ് ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പൊ ഇവര് ബിസിനസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് സ്കിപ്പർ ലിമിറ്റഡ് ആയിട്ട് ഏകദേശം ഒരുപോലെയാണ്. ഇപ്പൊ വലിയ ട്രാൻസ്മിഷൻ ടവേഴ്സ്, ട്രാൻസ്മിഷൻ കേബിൾസ്, പവർ സബ്സ്റ്റേഷൻസ് എല്ലാം ഇലക്ട്രിസിറ്റി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസെയിൽ ഈ ഒരു സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്.
അതായത് ഡിസൈൻ ചെയ്യുക, മെറ്റീരിയൽസ് വാങ്ങുക, പിന്നെ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നവരെ എല്ലാം. അപ്പോൾ കമ്പനിയുടെ ഏകദേശം 50% റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് ഇവിടെ വരുന്നത്. മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, അതുപോലെ SAARC നാഷൻസിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 30% സെയിൽസ് CAGR-ഉം 56% പ്രോഫിറ്റ് CAGR-ഉം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നോക്കാം. 2026 ഫൈനാൻഷ്യൽ അവസാനത്തോടെ കമ്പനിയുടെ ഓർഡർ ബുക്ക് 16,361 കോടിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ 2.4 മടങ്ങാണ്. അപ്പൊ ഇത് കമ്പനിയുടെ 2 വർഷത്തിലധികം റവന്യൂ വിസിബിലിറ്റി ഇവിടെ നൽകുന്നുണ്ട്. 2027 ഫൈനാൻഷ്യലിലേക്ക് മാനേജ്മെന്റ് 10,000 മുതൽ 11,000 കോടിയുടെ ഫ്രഷ് ഓർഡർ ഇൻഫ്ലോ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് റേറ്റ് ഏകദേശം 30% അടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം റവന്യൂ ബേസ് വളരെ വലുതായതുകൊണ്ട് മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യലിൽ ഏകദേശം 20 മുതൽ 27% റവന്യൂ ഗ്രോത്തോടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എബിറ്റ ഗൈഡൻസ് ഏകദേശം 11%, അതായത് ഇപ്പോൾ ഉള്ള 14 മുതൽ 15% എന്ന ഹൈ റേഞ്ചിൽ നിന്ന് മാർജിൻ പതുക്കെ 11 മുതൽ 12% റേഞ്ചിലേക്ക് ഇവിടെ തിരിച്ചു വരുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇനി റിസ്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂന്റെ ഏകദേശം 50% ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓൺഗോയിങ് ഗ്ലോബൽ എക്സിക്യൂഷൻ റിസ്ക് ഉണ്ട്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് പോലെ അപ്രൂവൽ ഡിലേ ആയതുകൊണ്ട് ബംഗ്ലാദേശിൽ വലിയൊരു പ്രൊജക്ട് ഇവിടെ ഡിലേ ആയിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചർ പ്രൊജക്ട്സിനെ ഇവിടെ ബാധിക്കാം. PPC പ്ലെയർ ആയതുകൊണ്ട് കമ്പനിക്ക് പലപ്പോഴും ഡിഫിക്കൽട്ട് ടെറൻസിൽ പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് ഇവിടെ വരും. അപ്പൊ അവിടെ ലോക്കൽ അതോറിറ്റീസ് നിന്ന് അപ്രൂവലും ക്ലിയറൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സമയം എടുക്കും. ഇതുപോലെ ഓൺ ഗ്രൗണ്ട് ചലഞ്ചസ് കാരണം പ്രൊജക്ട് കോസ്റ്റും എക്സിക്യൂഷൻ ടൈം ലൈനിലും ഇവിടെ കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ട്രാൻസ്ലൈൽ എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവർക്ക് സ്ട്രോങ് പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഉണ്ട്, അതുപോലെ ഭാവിയിലെ ഓർഡേഴ്സിനെ കുറിച്ച് നല്ല വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ് ഇവിടെ. പക്ഷെ നിങ്ങളൊരു ഡെറ്റ് ഫ്രീ ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് ആയിട്ട് ഇത് കണക്കാക്കരുത്. പകരം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ കോമ്പൗണ്ട് കാൻഡിഡേറ്റ് ആയിട്ട് ഇവരെ കാണേണ്ടത്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് ജുനിപ്പർ ഹോട്ടൽസ് ആണ്. അപ്പോൾ നിലവിൽ ഇവരുടെ സ്റ്റോക്ക് അവരുടെ ഓൾ ടൈം ഹൈലിന് ഏകദേശം 63% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.42x ആണ്. അപ്പോൾ ഇത് കംഫർട്ടബിൾ ലെവലാണ്. ROE 6%, അതിൽ ROCE 8%. അപ്പോൾ മാർച്ച് 2026 പ്രകാരം പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് 77%. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് FI അതുപോലെ DI ഹോൾഡിംഗ് ട്രെൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമുക്കൊന്ന് ബിസിനസ് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു ലക്ഷറിയസ് 5 സ്റ്റാർ ഹോട്ടൽ പണിത് വന്നത്, പക്ഷെ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഹയാത്ത് പോലെ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ് ഹോട്ടൽ ബ്രാൻഡുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ജുനിപ്പർ ഹോട്ടൽസ് ആണ് ഇന്ത്യയിൽ ഹയാത്ത് ഹോട്ടൽ കോർപ്പറേഷൻ ഈക്വൽ പ്രൊമോട്ടറായ ഒരേ ഒരു ഹോട്ടൽ ഡെവലപ്മെന്റ് കമ്പനി. അപ്പോൾ കമ്പനി ചെറിയ ഹോട്ടൽസ് അല്ല ഇവിടെ ശ്രദ്ധിക്കുന്നത്, പകരം അവർ ലാർജ് ഫോർമാറ്റ് ഹോസ്പിറ്റാലിറ്റി അസറ്റ്സ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ മിക്കപ്പോഴും ഇത് ബിഗ് ബോക്സ് ഹോട്ടൽസ് എന്നാണ് റെഫർ ചെയ്യുന്നത്. ഒരു സിംഗിൾ പ്രോപ്പർട്ടി തന്നെ റൂം, സർവീസ് അപ്പാർട്ട്മെന്റ്സ്, റെസ്റ്റോറൻറ്റ്സ്, ലാർജ് ഇവന്റ് സ്പേസ്, വെഡിങ് വെന്യൂസ് എല്ലാം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ അസറ്റിൽ നിന്ന് പല റവന്യൂ സ്ട്രീംസ് നേടാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പം കമ്പനിക്ക് 8 പ്രോപ്പർട്ടീസിലായിട്ട് മൊത്തം 2133 റൂംസ് ഉണ്ട്. അപ്പോൾ ഇത് 245 ബ്രാൻഡഡ് സർവീസ് അപ്പാർട്ട്മെന്റ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ഇൻകം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒക്യുപ്പൻസി റേറ്റും 81% ഇവിടെ ഹെൽത്തിയാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 16% സെയിൽസ് CAGR-ഉം 99% പ്രോഫിറ്റ് CAGR ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് CAGR-ഉം സെയിൽസ് CAGR-ഉം തമ്മിൽ വലിയ ഗ്യാപ്പിന്റെ മെയിൻ കാരണം ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറഞ്ഞാണ്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്കും മാനേജ്മെന്റ് ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ വിഷൻ 2029 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 2130 റൂംസിൽ നിന്ന് 4005 റൂംസ് ആയിട്ട് കൂട്ടാനായിട്ടാണ്. അതുപോലെ അടുത്ത 3 വർഷത്തിൽ എബിറ്റ 3 ഇരട്ടിയാക്കാനും. അപ്പോൾ ഈ ഒരു എക്സ്പെൻഷൻ സപ്പോർട്ട് ചെയ്യാൻ കമ്പനി 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഏകദേശം 1800 കോടിയുടെ ക്യാപെക്സ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 2027 ഫൈനാൻഷ്യലിൽ ഏകദേശം 300 കോടി ചെലവാക്കാനാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം 2028 ഫൈനാൻഷ്യലിൽ 700 മുതൽ 750 കോടിയും. കമ്പനിയുടെ അപ്കമിംഗ് പ്രോജക്ട്സിൽ ഡൽഹി എയർപോർട്ടിനടുത്ത് ഒരു 500 റൂമുള്ള ലക്ഷറി ഹോട്ടൽ, കാസിറംഗിൽ 115 റൂമുള്ള അലില റിസോർട്ട്, പിന്നെ ബാംഗ്ലൂർ ഒരു പുതിയ വെസ്റ്റിൻ ഹോട്ടൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്കിവിടെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അപ്പോൾ കമ്പനിയുടെ റവന്യൂന്റെ ഏകദേശം 76% മുംബൈ അതുപോലെ ഡൽഹിയിലുള്ള 2 മെയിൻ ലക്ഷറി പ്രോപ്പർട്ടീസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ സിറ്റീസിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിമാൻഡ് സ്ലോ ഡൗൺ വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസിനെ ഡയറക്ട്ലി ബാധിക്കാം. സോ നമ്മളുടെ ഓവറോൾ പറഞ്ഞ ജുനിപ്പർ ഹോട്ടൽ എന്നത് ഒരു പ്രീമിയം ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ്. അപ്പോൾ ഇവിടെ ബിസിനസ് വളരുന്നതിന്റെ ഒപ്പം തന്നെ പ്രോഫിറ്റും വേഗം കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രോങ് പ്രൊമോട്ടർ ഹോൾഡിങ്ങും മാർജിൻ എക്സ്പാൻഷനും ഇതിന്റെ മെയിൻ പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. പക്ഷേ അപ്കമിംഗ് പ്രോപ്പർട്ടീസ് ഫ്യൂച്ചർ ഗ്രോത്തിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. സോ ഇതുപോലുള്ള ക്വാളിറ്റി ഫോക്കസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്ന 5 സ്മോൾ ക്യാപ് കമ്പനീസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, ലോ ഡെറ്റ് അതുപോലെ ഹൈ പ്രൊമോട്ടർ ഹോൾഡിംഗ് നല്ലൊരു സ്റ്റാർട്ടിംഗ് ഫിൽറ്റർ ആണ്. പക്ഷേ എന്തെങ്കിലും ഒരു ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആയിട്ട് വാല്യൂഷൻ, എക്സിക്യൂഷൻ ക്യാപ്പബിലിറ്റി, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, മാർജിൻ സസ്റ്റൈനബിലിറ്റി അതുപോലെ കമ്പനി സ്പെസിഫിക് റിസ്ക് ഒന്നിച്ച് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
സോ ഇവിടെ ഭാവിയിൽ സ്മോൾ ക്യാപ് കമ്പനിയിൽ നിന്ന് മിഡ് ക്യാപ് കമ്പനിയായിട്ട് മാറാൻ സാധ്യതയുള്ള കമ്പനി ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിന് കവർ ചെയ്താണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.